ആക്സിസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. മാക്സിമം ആളുകൾ അതിൻ്റെ ഇടയ്ക്ക് പുതിയ വന്ന ആളുകളുണ്ട്. ഇന്ന് നമ്മൾ സാധാരണ വരാത്ത കുറച്ച് ആളുകൾ കൂടി വന്നിട്ടുണ്ട്. പുതിയ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് എൻ ഇൻ ദ കമന്റ് ബോക്സ്. ബ്രെയിൻ റിവയറിംഗ് EFT, അതായത് നമ്മുടെ ബ്രെയിനിലെ വയറിങ്ങുകളെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക, അതോടൊപ്പം മൊത്തം ലൈഫിലും അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ബ്രെയിൻ റിവയറിംഗ് EFT ഈ മോർണിംഗ് ഫ്രീ സെഷൻസ് കൊണ്ടും നമ്മുടെ കോഴ്സ് കൊണ്ടും ഒക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ടോ? നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഗ്യാസ് ട്രബിളുകളോ ദഹന പ്രശ്നങ്ങളോ? ചിലപ്പോൾ ഒരുപാട് പേരുകൾ അതിനിട്ട് വിളിക്കാറുണ്ട്. IBS, അതേപോലെ തന്നെ വയറിന്റെ ചില ആളുകൾക്ക് പൈൽസ് തുടങ്ങി ഒരുപാട് അസുഖങ്ങളുണ്ടാവും. വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് യെസ് ഓർ നിങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടിന്റെ പേര് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വയറ് സംബന്ധമായിട്ടുള്ള ഗട്ട് എന്നാണ് നമ്മൾ അതിന് മൊത്തത്തിൽ പറയാ കേട്ടോ. ഹോളിസ്റ്റിക് ടേമിൽ പറയാ ഗട്ട് എന്നുള്ളതാണ്. ഗട്ട് അതായത് നമ്മുടെ വായ മുതൽ അവസാനം വരെയുള്ള മൊത്തം വയറ്, അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇതുള്ള മൊത്തം സിസ്റ്റത്തെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നത് ഗട്ട് എന്നുള്ളതാണ്. ഈ ഗട്ടിന്റെ ആരോഗ്യം ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങള്, ദഹന പ്രക്രിയ ശരിയായിട്ട് രീതിയിലല്ല നടക്കുന്നതെങ്കിൽ നമ്മുടെ മൊത്തം ആരോഗ്യത്തെ ബാധിക്കും. കാരണം നമുക്ക് ഊർജം തരുന്നത്, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ്, ബാക്കി കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ വയറാണ്, ഗട്ടാണ്. ഗട്ടിന്റെ പ്രവർത്തനം മര്യാദക്ക് ആയില്ലെങ്കിൽ ഭയങ്കര വിമ്മിഷ്ടം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗട്ടിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഗട്ടിന്റെ എന്ത് പ്രശ്നമായിരുന്നാലും, നിങ്ങൾ എന്ത് പേരിട്ട് അസുഖം വിളിച്ചാലും, വായ്പുണ്ണ് മുതൽ നിങ്ങളുടെ ഏത് അസുഖമായിരുന്നാലും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, ഇന്നലത്തെ പാർട്സ് വർക്ക് ഇൻ്റഗ്രേഷൻ്റെ 3ാമത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ശരീരം എത്ര സമയം എടുക്കും നമ്മുടെ ശരീരം മൊത്തമായിട്ട് മാറാൻ? നമ്മുടെ പ്രായം പറയാറില്ലേ, എനിക്ക് ഇത്ര പ്രായമുണ്ട്, 50 ഉണ്ട്, 40 ഉണ്ട്, 30 ഉണ്ട്. ഇത്രയൊന്നുമല്ല, നമ്മുടെ ശരീരത്തിനുള്ള പ്രായം മാക്സിമം 1 വയസ്സാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ഇന്നലെ ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ പ്രായം 1 വയസ്സിന്റെ അപ്പുറമില്ല. 2023 മോഡലാണ് നമ്മളെല്ലാം. ഓക്കെ, ഓക്കെ സനിൽ, യെസ്. അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഗട്ട്, നമ്മുടെ വയറിലെ ഈ ചെറുകുടലായിരുന്നാലും വൻകുടലായിരുന്നാലും എന്ത് സംഭവമായിരുന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറി വരാനായിട്ട് ഒരാഴ്ച മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് അസുഖം, എനിക്ക് 25 വർഷമായിട്ട് വയറിന് അസുഖമുണ്ട്, എനിക്ക് 30 വർഷമായിട്ടുണ്ട്, ചെറുപ്പം മുതലേ ഉള്ള വയറിന്റെ അസുഖമാണ്, എത്ര കാലം മുന്നുള്ള വയറിന്റെ അസുഖമായിരുന്നാലും വയറിന് അതൊന്നും അറിയില്ല. വയറിന് ഒരാഴ്ച മുന്നേ ഉള്ള മെമ്മറി മാത്രമേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ വയറിന്റെ കംപ്ലീറ്റ് സിസ്റ്റംസും മാറി വരുന്നുണ്ട്. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫുഡിന്റെ വേസ്റ്റ് മാത്രമല്ല പോകുന്നത്, അതിൻ്റെ ഒപ്പം നിങ്ങളുടെ കുടലുകളിൽ നിന്നും കുടലിന്റെ ഭാഗങ്ങളും പോകുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് അത് പോകുന്നുണ്ട്. ഒഴിവാക്കി കളയുന്നുണ്ട് കുടല്, എന്നിട്ട് പുതിയത് ഉണ്ടാക്കുന്നുണ്ട്. ഒരാഴ്ച മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് എത്ര കാലം മുന്നേ ഉള്ള അസുഖം എന്നൊന്നും വയറിന് ഓർമ്മയില്ല. ഒരാഴ്ചത്തെ മെമ്മറി, ഒരാഴ്ചത്തെ ഓർമ്മ മാത്രമാ വയറിനുള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുക എനിക്ക് ഒരുപാട് കാല അസുഖമുണ്ട്, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, മാറില്ല മാറില്ല, എൻ്റെ അസുഖം മാറില്ല എന്ന് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക? അങ്ങനത്തെ വയറിന്റെ അസുഖങ്ങൾ ഏതായിരുന്നാലും ഒരാഴ്ച കൊണ്ട് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങൾ വയറിനില്ല. ആകെ പ്രശ്നങ്ങൾ എവിടെയാ ഉള്ളത്? എവിടെയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്? നിങ്ങൾ ഈ അസുഖത്തെ കുറിച്ച്, നിങ്ങൾക്ക് ചെറിയ പ്രശ്നം ഗ്യാസ് ട്രബിൾ വരുമ്പം ഒന്ന് സ്റ്റൂള്, അതായത് വയറ്റിൽ നിന്ന് ലൂസായി പോകുമ്പം കുറച്ച് അതിൽ രക്തം കാണുമ്പോൾ ഒക്കെ നിങ്ങൾ പേടിച്ച് യൂട്യൂബ് തുറക്കും.
എന്നിട്ട് നിങ്ങളുടെ അസുഖം ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടേഴ്സിന് പോലും കിട്ടാത്ത വിവരങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച് ഇതിന്റെ മുന്നിൽ ഇത് തലയിൽ കൊണ്ട് നടക്കുക ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. കേരളത്തിലെ 1/3 4/1 ആളുകൾക്ക് ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള ബേജാറ് പേടി ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ തലയിൽ കയറ്റി വെച്ച ഈ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും തപ്പിപ്പിടിച്ചുണ്ടാക്കി തലയിൽ കയറ്റി വെച്ച ഇൻഫർമേഷൻ ആണ്, അനാവശ്യമായിട്ടുള്ള ഡാറ്റകളാണ്. ഈ ഡാറ്റ കറക്റ്റായിട്ട് നിങ്ങൾ എടുത്ത് ഒഴിവാക്കാൻ അൺലേണിംഗ് എന്ന് നമ്മൾ പറയും, എടുത്ത് ഒഴിവാക്കുക. ആ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഈ അവയർനെസ് ആണ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും വീണ്ടും ഈ അവയർനെസ് പറയുന്നത് എന്തിനാണ് നമ്മൾ വീണ്ടും അവയർനെസ് പറയുന്നത്? ഇതാണ് അകത്തേക്ക് കയറേണ്ടത്. ആ സ്ഥാനത്ത് നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ പാത്രം, നമ്മുടെ മനസ്സ് അനാവശ്യമായിട്ടുള്ള ഡാറ്റകൾ കൊണ്ട്, ഇൻഫോർമേഷൻസ് കൊണ്ട് നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ നദീറ, ഗുഡ് മോർണിംഗ്. ഒരു ഉപകാരവുമില്ലാത്ത വയറിന്റെ അകത്തുള്ള അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഈ ക്യാൻസറിന്റെ സിംറ്റംസ് എന്ത് എന്നൊക്കെ പഠിച്ച് അത് നോക്കിയിരിക്കാണ്. നമ്മുടെ ലൈഫിൽ ഒരു ഉപകാരവുമില്ലാത്ത ഡാറ്റകളാണ് ഇതെല്ലാം. നമുക്ക് വേണ്ട ഡാറ്റ ഇതാണ്. ഒരാഴ്ച മാത്രം മതി എൻ്റെ വയറിലെ ഏത് പ്രശ്നങ്ങളും എനിക്ക് മാറ്റിയെടുക്കാൻ എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്നതാണ് വയറിലെ പ്രശ്നങ്ങൾ വന്നാൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത്. നമ്മളെ നാട്ടിൽ ഭക്ഷണങ്ങളൊന്നും പറ്റൂല. പുറത്തുനിന്ന് ഇറങ്ങിയ ബട്ടറ്, ബാക്കിയുള്ള അവോക്കാഡോ കഴിച്ചാലേ മാറുള്ളൂ അല്ലേ? ഭക്ഷണശീലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ ഭക്ഷണത്തിലാണ് പ്രശ്നം എന്നുള്ളതാണ് അധിക പേരും ധരിച്ചു വെച്ചിരിക്കുന്നത്. വയറിലെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഭക്ഷണമല്ല. നിങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിലെ ബുദ്ധിമുട്ട് കൂടുന്നുണ്ടാവും. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറിലെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അത് എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ട് വരുന്നു? ചില ഭക്ഷണങ്ങളെ നമുക്ക് വയറിന് ദഹിപ്പിക്കാൻ കുറച്ചധികം പണിയെടുക്കണം. പ്രത്യേകിച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കടല, പയർ, ഇതൊക്കെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരം കൂടുതലായിട്ട് വിയർക്കണം. കൂടുതലായിട്ട് പണിയെടുത്താൽ മാത്രമേ ഈ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുള്ളൂ. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ ദഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ മൊത്തമായിട്ട് മാറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ നിങ്ങളുടെ വയറിന്റെ ബുദ്ധിമുട്ട് കുറച്ച് കുറയും. പക്ഷേ അപ്പുറത്ത് മസിലിന് ആവശ്യമുണ്ടായിരുന്നു ഈ പ്രോട്ടീന്. ഈ പ്രോട്ടീൻസ് മസിൽസ് എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും, മസിൽ ശോഷിക്കാൻ തുടങ്ങും. മസിലുകൾ ആവശ്യത്തിന് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ ബ്ലഡിൽ നിന്നും ആവശ്യത്തിന് ഗ്ലൂക്കോസും ഷുഗറും ഒന്നും വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അടുത്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് വെച്ചാൽ ആദ്യം മുതൽ തന്നെ ഭക്ഷണത്തിലല്ല പ്രശ്നം. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രശ്നത്തിനുള്ള മൂലകാരണം നമ്മുടെ ആങ്സൈറ്റിയാണ്, നമ്മുടെ ഉത്കണ്ഠയാണ്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും വയറിന് പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് നിങ്ങളുടെ വയറായി വരും. അങ്ങനെ ആക്കി വരുത്തണം. അതല്ലെങ്കിൽ പിന്നെ എന്താ രസം? നമ്മൾ അസുഖങ്ങളെ പേടിച്ച് ജീവിക്കണോ? അതല്ലെങ്കിൽ അസുഖങ്ങളെ നമ്മൾ ഒഴിവാക്കണോ, ഹീൽ ചെയ്ത് ഒഴിവാക്കണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇവിടെ EFT മെന്ററിൽ EFTയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഹീലിംഗ് ആണ്. ശരിക്കും അസുഖങ്ങളെ മാനേജ് ചെയ്യല്ല, കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റൂട്ട് എവിടെ നിന്നും അസുഖങ്ങൾ വരുന്നു. ഒരു മരം നമ്മുടെ റോട്ടിലേക്ക് വരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മേലേക്ക് മരം വരുന്നു, നമ്മൾ എന്ത് ചെയ്യും? അത് മുറിച്ചൊഴിവാക്കും. മരം നിങ്ങൾ മുറിച്ചൊഴിവാക്കുമ്പോൾ അത് വേരോടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? കംപ്ലീറ്റ് ആയിട്ട് അതിനെ കിളച്ച് വേരുകളെ, അറ്റത്തുള്ള വേരുകളടക്കം കിളച്ച് പുറത്തേക്ക് ഒഴിവാക്കണ്ടേ? പുറത്ത് കാണുന്ന ഏരിയ കട്ട് ചെയ്താൽ വീണ്ടും അതിൻ്റെ അടിയിൽ ചീഞ്ഞ് വരുന്ന മരം വീണ്ടും ഉണ്ടാവില്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അപ്രൂട്ടിങ് എന്ന് പറയും, വേരോടൊക്കെ പീത് ഒഴിവാക്കണം. വൈറൽ അസുഖങ്ങളുടെ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിലെ വൈറൽ അസുഖങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആങ്സൈറ്റി ആണ്. നിങ്ങൾ ഈ കയറ്റി വെച്ച ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരുന്ന ആങ്സൈറ്റി, ഉത്കണ്ഠ.
നിങ്ങൾ ഗ്യാസ് വരുന്നു, എനിക്ക് ഗ്യാസിന്റെ അസുഖമുണ്ട്, ഗ്യാസിന്റെ അസ്കിത ഉണ്ട് എന്നൊക്കെ പറയുന്നവര്, ആങ്സൈറ്റി ആണ് പ്രശ്നം. നിങ്ങൾ ഗ്യാസ് അകത്തേക്ക് ആങ്സൈറ്റി സമയത്ത്, ടെൻഷൻ ഉള്ള സമയത്ത് നമ്മള് വായിലൂടെ കൂടുതലായിട്ട് ശ്വാസം എടുത്ത് അകത്തേക്ക് ശ്വാസം വലിച്ചുകൊണ്ടുപോകും. ഈ ശ്വാസമാണ് ആമാശയത്തിലെത്തി ഫുഡിന്റെ ഇടയിൽ, ആസിഡിന്റെ ഇടയിലൊക്കെ കളിക്കുന്നത്. അത് പുറത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏമ്പക്കം വരുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇത് പ്രശ്നം ഇനി കടല കഴിച്ചുകൊണ്ട്, പയർ കഴിച്ചുകൊണ്ട് ആ സമയം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വയറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് കൊണ്ടല്ലേ, വർക്ക് ലോഡ് കൂടുമ്പോഴല്ലേ നമ്മുടെ പ്രശ്നം, ഉള്ളിലുണ്ടായിരുന്ന പ്രഷറൊക്കെ നമുക്ക് ഒന്നിച്ചങ്ങ് പുറത്തേക്ക് വരിക. ചില സിറ്റുവേഷൻസ് വരുമ്പം ആൾറെഡി നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ, ചില സിറ്റുവേഷൻസ് വരുമ്പം ചില ആളുകൾ ചില സംഭവ ഘട്ടങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മൾ ഒരുമിച്ചങ്ങ് പൊട്ടിത്തെറിക്കില്ലേ? അതിന്റെ കാരണം ആ സിറ്റുവേഷൻ മാത്രമായിരിക്കില്ല, നമ്മുടെ അകത്തുള്ള കാരണങ്ങളായിരുന്നു. നമ്മൾ ആൾറെഡി സ്ട്രെസ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഈ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും. നമ്മുടെ ആങ്സൈറ്റി കൊണ്ട് നമ്മൾ ആദ്യമേ നമ്മുടെ വയറിനെ സ്ട്രെസ്ഡ് ആക്കി വെച്ചിരുന്നു. ആ സ്ട്രെസ്സാണ് പുറത്തേക്ക് ഈ ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ഓവറായിട്ട് വയറ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഇതാണ് ഗെറ്റ് ബ്രെയിൻ ആക്സിസിന്റെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ ഗെറ്റ് ബ്രെയിൻ ആക്സിസിൽ സംഭവിക്കുന്നത് ഇതാണ്. ഓക്കെ സനിൽ, ഓക്കെ സുമേഷ്, ഇതാണ് ഗെറ്റ് ബ്രെയിൻ ആക്സിസിൽ വളരെ സിമ്പിൾ ആയിട്ട് സംഭവിക്കുന്നത്. പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ഗട്ടിലല്ല, നമ്മുടെ ആങ്സൈറ്റി ആണ്, നമ്മൾ കൊടുക്കുന്ന ഉത്കണ്ഠയാണ്. അപ്പൊ നമുക്ക് ഇതിനെതിരെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പകരമായിട്ട് ചെയ്യാനുള്ളത്? അനാവശ്യമായിട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഡാറ്റകൾ, ഇൻഫോർമേഷൻസ് മാറ്റിവെക്കുക, അത് ഒഴിവാക്കുക. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഡാറ്റകൾ നമ്മൾ കൊണ്ടുപോയാൽ, നമ്മുടെ തലക്കകത്ത് കയറ്റി വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കയറ്റി വെക്കാൻ, ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. ഓക്കെ ഓക്കെ, നമുക്ക് ഷോർട്ട് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ആർ യു റെഡി ഫോർ ദ മെഡിറ്റേഷൻ? ജസ്റ്റ് കമന്റ് ആർ. ഓക്കെ, ജസ്റ്റ് കമന്റ് ആർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ജസ്റ്റ് കമന്റ്. പുതുതായിട്ട് ഫസ്റ്റ് ടൈം വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് എൻ ഇൻ ദ കമന്റ് ബോക്സ്. ജസ്റ്റ് കമന്റ് എൻ. അപ്പം ഇത് ഹീല് ചെയ്യണമെങ്കിൽ നമ്മൾ റൂട്ട് മുതൽ, എവിടെയാണോ വേര് അവിടെ മുതൽ എടുക്കണം. ഓക്കെ, ആങ്സൈറ്റി ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാം? ആങ്സൈറ്റിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നത്തെ സെഷനിൽ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആക്കി പറഞ്ഞു തരാം. ആങ്സൈറ്റി, ഉത്കണ്ഠ, നമുക്ക് ചില സംഭവങ്ങൾ നടക്കുമോ ഇല്ലേ എന്നുള്ള പേടി. അധികം ഈ ആങ്സൈറ്റി ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് വയറിലായിരിക്കും. വയറിന് ഒരു കാളിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. ജസ്റ്റ് ഫീൽ റിലാക്സ്ഡ്. ഓക്കെ, ജസ്റ്റ് ഫീൽ റിലാക്സ്ഡ്. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കാൽപാദങ്ങൾ തറയിൽ തട്ടിച്ചു വെക്കുക. റിലാക്സേഷൻ എന്ന് പറയുമ്പം നമ്മളത് മൈൻഡിനോട് അങ്ങ് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, വി ആർ ഗോ ഇൻ റിലാക്സേഷൻ എന്നുള്ളത്. മൈൻഡിനോട് ആദ്യം പറയുക നമ്മൾ, ഞാൻ റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ദ റിലാക്സേഷൻ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് ബ്രത്തിങ് എക്സസൈസ് ചെയ്യാം. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള മൂക്കിലൂടെ മാക്സിമം ശ്വാസം എടുത്തിട്ട് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. മൂക്കിലൂടെ മാക്സിമം ശ്വാസം അകത്തേക്ക് എടുത്ത ശേഷം കംപ്ലീറ്റ് ശ്വാസം വായിലൂടെ പുറത്തേക്ക് ഊതി വിടാം. യു ക്യാൻ ഡു ദ വിസിലിംഗ് മൂവ്മെന്റ്. ഓക്കെ, അഗെയിൻ ഡു ദാറ്റ്.
മൂക്കിലൂടെ മാക്സിമം ശ്വാസം എടുത്ത ശേഷം നിങ്ങൾക്ക് ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടാം. ഓക്കെ, ഡു ഇറ്റ്. യു ആർ ഡൂയിങ് ഗുഡ്. മൂക്കിലൂടെ വീണ്ടും മാക്സിമം ശ്വാസം എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുമ്പം നമ്മുടെ അമിഗ്ഡല, ഹിപ്പോകാമ്പസ്, മിഡ് ബ്രെയിനുള്ള ഏരിയാസ് റിലാക്സ്ഡ് ആവുകയാണ്. അവരുടെ സ്വാധീനം കുറയുകയാണ്. അവര് ചെറിയ മയക്കത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമുക്ക് ചെറിയ ഒരു റിലാക്സേഷൻ അല്ല, വീണ്ടും ഇത് ചെയ്യുമ്പോൾ വലിയ റിലാക്സേഷനിലേക്ക് തന്നെ നമ്മൾ കടന്നു പോകും. ആ റിലാക്സേഷൻ ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുക. അതിൻ്റെ ആ ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ ശരീരത്തിൽ മൊത്തമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. ഓക്കെ, അഗൈൻ ഡു ദാറ്റ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ എടുക്കാം, നിങ്ങളുടെ വയറിൽ വെക്കാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഷർട്ടിന്റെ അടിയിൽ വയറിലേക്ക് നിങ്ങൾ വെക്കുക. അല്ലെങ്കിൽ പുറത്ത്, ഷർട്ടിന്റെ പുറത്തായിരുന്നാലും ഡ്രസ്സിന്റെ പുറത്തായിരുന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ വയറിൽ നിങ്ങളുടെ കൈകൾ വെക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഡീപ്പ് ബ്രത്ത് എടുക്കുക. എന്നിട്ട് വായിലൂടെ വിടുക. ആ സമയം നമ്മുടെ വയറ്, ഡീപ്പ് ബ്രത്ത് എടുക്കുമ്പോൾ നമ്മുടെ വയറും വർക്ക് ചെയ്യും, ഇല്ലേ? വയറിലെ മസിൽസും വർക്ക് ചെയ്യും. നമ്മൾ ഡീപ്പായിട്ട് എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ വയറും പൊന്തുന്നു, താവുന്നു. വയറും അതിനനുസരിച്ച് വയറിലെ മസിൽസും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പതുക്കെ നിങ്ങളുടെ ശ്വാസം പതുക്കെ എടുത്ത് പതുക്കെ വിടുക. ജസ്റ്റ് ഫീൽ റിലാക്സ്ഡ്. നമ്മുടെ വയറിനെ നമ്മൾ എത്ര കാലം കെയർ ചെയ്തിട്ടുണ്ട്? നമ്മുടെ വയറ് ശരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ വരെ നമ്മുടെ വയറ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് ഇടിക്കുന്നുണ്ട് പല വിധത്തിലുള്ള, നിങ്ങൾ മരം ഇടിക്കുന്ന മില്ലുകൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ വലിയ വലിയ ഫാക്ടറികൾ കണ്ടിട്ടില്ലേ? അവിടെയുള്ള വർക്കിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കാണ് നമ്മുടെ വയറിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വട്ടത്തിൽ ഇടിക്കുന്നുണ്ട്, നീളത്തിൽ ഇടിക്കുന്നുണ്ട്, പല തരത്തില് ഒരുപാട് മൂവ്മെന്റ്സ് ഒരേ സമയം വയറിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ആമാശയത്തിൻ്റെ ഉള്ളിൽ ഞെക്കിപ്പിയുന്ന മൂവ്മെന്റ്സ് വരെ പലതും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഒരേ സമയം വയറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിച്ച ഫുഡിന് അത് പ്രോട്ടീൻ ഉണ്ടോ, അമിനോ ആസിഡ് ഉണ്ടോ, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ കണികകളാക്കി മാറ്റിയിട്ടാണ് വയറുന്നത് പറഞ്ഞയക്കുന്നത്. ഈ പോകുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടോ? അല്ലേ? നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വയറിന് ഓർത്തിട്ടാണോ ഫുഡ് കഴിക്കാറ്? ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, റീൽസിൽ അവിടെ കണ്ടതാണ് ഇവിടെ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? ആ സമയം ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക്, വിഷം തന്നെ, വിഷപദാർത്ഥങ്ങള്. കാരണം ഇന്ന് അത് ആളുകൾക്ക് കഴിക്കാനുണ്ട് എന്ന വിചാരത്തോടു കൂടി അല്ല പലപ്പോഴും പലരും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് മാത്രം നോക്കിയിട്ടാണ്. അതിനു വേണ്ടി ഒരുപാട് ടോക്സിൻസ് ആഡ് ചെയ്താണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണം നമ്മുടെ വയറിലെത്തുമ്പോൾ ഇതിൽ നിന്ന് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെ ഇല്ല, നമ്മുടെ ശരീരത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കണമെങ്കിൽ ഈ ടോക്സിൻസിനെ മൊത്തം മാറ്റണം. ഈ ടോക്സിൻസിനെ മാറ്റാണ് നമ്മുടെ ലിവർ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ വയറിൽ. ഇത് എത്ര കാലമായിട്ട് ഈ വർക്ക് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾ ആ ഒരു വർക്കിനെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഒരുപാട് കാലമായിട്ടല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിന്റെ അത്രയും കാലം നമ്മൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദിവസവും ഒരുപാട് സമയം നമ്മൾ ഭക്ഷണം, ഒരുപാട് രണ്ടോ മൂന്നോ നാലോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ഒരു തവണ പോലും നമ്മൾ ഇതൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിച്ച് ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട്. പലപ്പോഴും എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല.
നമുക്ക് പ്രധാനം നമ്മുടെ ഉത്കണ്ഠകളായിരുന്നു, നമ്മുടെ ആങ്സൈറ്റി ആയിരുന്നു. ജസ്റ്റ് ടേക്ക് ഡീപ്പ് മാക്സിമം ബ്രത്ത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കൈകളെ നിങ്ങളുടെ വയറിൽ തന്നെ ഇരിക്കട്ടെ. യു ക്യാൻ ഫീൽ ദാറ്റ് വയറവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വയറിന്റെ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പ്രവർത്തനം ചിലപ്പോൾ വയറിന് മടുക്കും, അല്ലേ? നമുക്കായിരുന്നാലും ഒരുപാട് സമയം വർക്ക് ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടുന്നില്ല, വീണ്ടും പ്രശ്നങ്ങളാണെങ്കിൽ മടുക്കില്ലേ നമുക്ക്? അതേപോലെ വയറിന് മടുക്കുമ്പം, വയറിലെ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും വയറിനെ ഉപദ്രവിക്കും, വീണ്ടും മരുന്നുകൾ എടുത്ത് കഴിക്കും, അല്ലേ? വയറിന് സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് ഹീല് ചെയ്ത് തിരിച്ചു വരാനുള്ള സമയം നമ്മൾ കൊടുക്കാറുണ്ടോ? വീണ്ടും ബുദ്ധിമുട്ടിക്കാറായിരുന്നില്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ജസ്റ്റ് ടേക്ക് ഡീപ്പ് ബ്രത്ത് മാക്സിമം എടുത്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. അഗെയിൻ ഡു ദാറ്റ്. നമ്മുടെ തല കഴിഞ്ഞാൽ, ബ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാഡീകോശങ്ങൾ ഉള്ളത് ശരിക്കും നമ്മുടെ വയറിലാണ്. വയറിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ചിന്തിക്കാൻ ശേഷിയുണ്ട്. അവിടെ ന്യൂറൽ സെൽസ് ഉണ്ട്. വയറ് ഓട്ടോമാറ്റിക്കലി വയറിന് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയറ് ആസിഡ് ഉണ്ടാക്കാൻ തുടങ്ങും. അതിൻ്റെ അകത്ത് ആസിഡ് ഉണ്ടാക്കി വയറ് വർക്ക് ചെയ്ത് കറക്റ്റ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കും നമ്മുടെ വയറ്. നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വയറിന് അറിയാം, വയറ് റെഡി ആയിട്ടിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും കെയർ ചെയ്യാറില്ല, ശ്രദ്ധിക്കാറ് പോലുമില്ല. ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, ഇതിനൊന്ന് അഭിനന്ദിക്കുക എന്നുള്ളതാണ് ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ കൈകളെ പതുക്കെ വീണ്ടും വയറിലൂടെ മസാജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത്രയധികം വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഒരു ചെറിയ കാര്യമേ അല്ല, അല്ലേ? നമുക്കൊരു അരി പൊടിപ്പിക്കാൻ, ചെറിയ അരി പീസാക്കാൻ വേണ്ടി തന്നെ എത്രത്തോളം അധ്വാനം മില്ലുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ കാർബോഹൈഡ്രേറ്റും അമിനോ ആസിഡൊക്കെ ആക്കി മാറ്റണമെങ്കിൽ എത്രത്തോളം വർക്ക് അതിൻ്റെ അകത്ത് നടക്കണം? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് മനസ്സിലാക്കുക, അതിനെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. വയറിന് ചിന്തിക്കാൻ ശേഷിയുണ്ട്. നമുക്ക് മാത്രല്ല കേട്ടോ ചിന്തിക്കാൻ ശേഷി, വയറിനും ശേഷിയുണ്ട്. ഡീപ്പായിട്ട് ബ്രത്ത് മാക്സിമം മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. അഗെയിൻ ഡു ദാറ്റ്. ഡീപ്പായിട്ട് മാക്സിമം ബ്രത്ത് മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. ഓക്കെ, ജസ്റ്റ് ഫീൽ റിലാക്സ്ഡ് ആണ്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന്, ഈ ഹീലിങ്ങുകൾ പെട്ടെന്ന് നടക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരു കുടുംബം പോലെയാണ്. ഇതിൽ ഹീലിംഗ് പെട്ടെന്ന് നടക്കാൻ, അല്ലേ? നമ്മുടെ ഫാമിലിയിൽ പരസ്പരമുള്ള പ്രശ്നങ്ങളെ നമ്മളൊന്ന് പറഞ്ഞാൽ തന്നെ തീരും. അവർക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് വന്നാൽ തന്നെ നമ്മളത് ക്ഷമിച്ചു കൊടുക്കില്ലേ, വിട്ടുകൊടുക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. പാർട്സ് വർക്ക് ഇൻ്റഗ്രേഷൻ, നമ്മുടെ ശരീരഭാഗങ്ങൾ പരസ്പരം ഒരേപോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ ശരീരഭാഗങ്ങളുടെയും ഇമോഷൻസ് പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായാൽ തന്നെ തീരും. ജസ്റ്റ് ഫീൽ ദാറ്റ് റിലാക്സേഷൻ. ഇനി നിങ്ങളുടെ കൈകൾ എടുത്ത് പരസ്പരം റബ്ബ് ചെയ്യുക. ടേക്ക് യുവർ ഹാൻഡ്സ് ആൻഡ് റബ്ബ് ദ ഹീറ്റ് എനർജി. റിലാക്സേഷൻ്റെ ഹീറ്റ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഫീൽ ദാറ്റ് ഹീറ്റ് എനർജി ഓഫ് റിലാക്സേഷൻ. രണ്ട് കൈകൾ പരസ്പരം നിങ്ങൾ, അതും നിങ്ങളുടെ വിരലുകൾ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ പരസ്പരം റബ്ബ് ചെയ്യുമ്പം, അല്ലേ? നമ്മുടെ വിരലുകളുടെ അറ്റത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്, ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. റിച്ച് ന്യൂറൽ സപ്ലൈ ഉണ്ട് അവിടെ. അത് പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ
നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏരിയാസ് ആക്ടിവേറ്റഡ് ആവും ഒരേ സമയം. ഓക്കെ, അതാണ് നമ്മൾ സ്റ്റിമുലേഷനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഫീൽ ദാറ്റ് ഹീറ്റ് വേവ്. നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഡു ദാറ്റ്. സോഫ്റ്റ് റബ്ബ് മതി. അപ്പോഴാണ് ആ ഒരു ടിംഗ്ലിംഗ് ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിന്റെ രണ്ട് ഏരിയയും ആക്ടിവേറ്റഡ് ആവുക. ഓക്കെ, ഇനി നിങ്ങളുടെ കൈകളെടുത്ത് മുഖത്ത്, നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ, മൊത്തം ശരീരഭാഗങ്ങളിൽ വെക്കാം. ഓക്കെ, അഗെയിൻ ഡീപ്പ് ബ്രത്ത് എടുത്ത് വായിലൂടെ വിട്ട് നിങ്ങൾക്ക് റിലാക്സേഷനിൽ നിന്നും പുറത്തേക്ക് വരാം. ഓക്കെ, നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആങ്സൈറ്റിയെ കുറിച്ചാണ്. ഉത്കണ്ഠ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം നമ്മുടെ മനസ്സിൽ എന്നുള്ളത്. ഈ ഉത്കണ്ഠയാണ്, ആങ്സൈറ്റി ആണ് നമ്മുടെ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ഒരു പ്രശ്നമല്ല എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം നമ്മുടെ ആങ്സൈറ്റി ആണ്. ഇത് മാറ്റിയാൽ ബാക്കിയുള്ള നിങ്ങളുടെ ഫുഡല്ല, ബാക്കിയുള്ള സംഭവങ്ങളല്ല കാരണം. ഇത് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാറി വരും. നിങ്ങൾ ആങ്സൈറ്റി മാറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ വയറിന് ദഹിപ്പിക്കാൻ പറ്റില്ല. വയറിന് ചില മെക്കാനിസംസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല, പ്രത്യേകിച്ച് പ്രോട്ടീൻ ദഹിപ്പിക്കുന്ന മെക്കാനിസംസ്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, ഗ്യാസ് ഉണ്ടാവും, പ്രശ്നങ്ങളിലേക്ക് കടക്കും. കുറച്ചും കൂടി സ്റ്റെപ്പ് കൂടിയാൽ ഏത് ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്താം. ഫുഡല്ല പ്രശ്നം, ഫുഡാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങളെ നാട്ടിൽ ഒരുപാട് പ്രൊപ്പഗണ്ട കാണും. പക്ഷെ യഥാർത്ഥ പ്രശ്നം ആങ്സൈറ്റി ആണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ഉത്കണ്ഠ. നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കുന്ന ഈ ആങ്സൈറ്റി മാത്രമാണ് പ്രശ്നം. ഇത് നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇത് നിങ്ങൾ ഹീല് ചെയ്ത് മാറ്റിയാൽ കംപ്ലീറ്റ്ലി ഈ പ്രശ്നം മാറിപ്പോകും. ഓക്കെ നദീറ, ഓക്കെ സനിൽ, താങ്ക് യു. അപ്പം ആങ്സൈറ്റി നമുക്ക് എങ്ങനെ മാറ്റാം, അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് നമ്മുടെ നെക്സ്റ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. യുടെ നമ്മുടെ EFT മെൻറ്ററിൻ്റെ EFT എസെൻഷ്യൽ കോഴ്സ് 5-ാം തീയതി വരെയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ഉള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സ് കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ലൈഫിൽ പ്രശ്നം വന്നിട്ടുള്ളത്, അത് ചിലർക്ക് ചിലപ്പം ചൈൽഡ്ഹുഡ് ട്രോമകളായിരിക്കാം, ചിലപ്പോൾ ചില PTSD എന്ന് നമ്മൾ വിളിക്കും, കോംപ്ലക്സ് PTSDകളുണ്ട്. സ്ഥിരമായിട്ട് അത് അധികം റിലേഷൻസിലൊക്കെയാണ് വരിക. സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന സ്ട്രെസ്സുകൾ, അതേപോലെ തന്നെ വർക്ക് ടെൻഷൻസ്, ഇങ്ങനത്തെ എവിടെയാണോ നിങ്ങൾക്ക് കറക്റ്റായ പ്രശ്നം ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിന്ന് നിങ്ങളെ പിടിച്ചുയർത്തുക. അതിനുള്ള പേഴ്സണൽ മെൻറ്ററിങ്ങും, അതേപോലെ തന്നെ ചിലപ്പോൾ ചിലർക്ക് ഇമോഷൻസ്, പഴയ ഇമോഷൻസ് ഓർക്കുമ്പം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നു എന്നുള്ള പ്രശ്നം പറയാറുണ്ട്. EFTയിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ഇമോഷൻസിനെ ഒഴിവാക്കുക, അതിനെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്, കയ്യിലെടുക്കും, എന്നിട്ട് ഹീല് ചെയ്ത് വിടും. ഒരിക്കലും മറന്ന് കളയാം, അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുന്നില്ല. അത് നമ്മൾ എത്ര മറന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടാവും. ഓരോന്നിനെയും എടുത്ത് ഹീല് ചെയ്ത് വിടുകയാണ് നമ്മൾ. അപ്പൊ അത് ഹീല് ചെയ്യുമ്പോൾ, പലരും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒക്കെ EFT ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവാറ്, ഒരുപാട് ഇമോഷൻസ് വരുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് ഗൈഡൻസിന്റെ ആവശ്യം. അതേപോലെ തന്നെ മെട്രിക്സ് റീഇംപ്രിന്റിങ് നമ്മൾ വിളിക്കും, കുറച്ചും കൂടി മൈൽഡർ ആയിട്ടുള്ള അപ്രോച്ചുകൾ. കറക്റ്റ് ആയിട്ട് എന്താണോ ട്രോമ എടുത്ത് അതിനെ കറക്റ്റ് ഹീല് ചെയ്ത് 100% ഹീലിംഗ് ഉറപ്പിക്കുന്ന മെട്രിക്സ് റീഇംപ്രിന്റിങ് എന്നുള്ള മെത്തേഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ EFT എസെൻഷ്യൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോഴ്സ് കൗൺസിലേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങളെ കോഴ്സ് കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, നമുക്കപ്പോൾ ആങ്സൈറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഉത്കണ്ഠ. ഓക്കെ, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ? ഇതിൽ ആങ്സൈറ്റി
ജസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, നിങ്ങളുടെ വിരലുകൾ വർക്ക് ചെയ്യട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ഓക്കെ, യെസ്, കുറച്ചുണ്ട്. ഓക്കെ, ഓക്കെ, യെസ്, ജസ്റ്റ് കമന്റ്. എല്ലാവരും മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യോ, നിങ്ങളുടെ വിരലുകൾ വർക്ക് ചെയ്യട്ടെ. ആങ്സൈറ്റി, രണ്ട് ടൈപ്പ് ആങ്സൈറ്റി ആണുള്ളത്. നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവ് സംഭവങ്ങളൊക്കെ പറയുമ്പം സ്ട്രെസ് ചെയ്ത് ആണയിട്ട് അടിവരയിട്ട് ആദ്യമേ പറയാറുള്ള ഒരു സംഭവമാണ് നെഗറ്റീവ് ഇമോഷൻസിനെ എടുത്ത് പറിച്ചു ദൂരെ കളയരുത്. അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യം നമുക്കില്ല. ഈ ആങ്സൈറ്റിയും ചില ഘട്ടങ്ങളിൽ നമ്മുടെ സുഹൃത്തായിരുന്നു, ഫ്രണ്ടായിരുന്നു, നമ്മുടെ സഹോദരനായിരുന്നു. എപ്പോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യണം, ചെറുതായിട്ടുള്ള ഒരു ആങ്സൈറ്റി, ഇത് റെഡി ആവുമോ ഇല്ലേ എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ വർക്കിൽ 100% നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലേ? ക്ലിയർ അല്ലേ? ആങ്സൈറ്റി ചെറിയ രീതിയിൽ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആങ്സൈറ്റി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ആങ്സൈറ്റിയെ നിയന്ത്രിക്കുന്നതിന് പകരമായിട്ട് ആങ്സൈറ്റി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫിന് വലിയ രസം ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ എന്നും പറയാറുണ്ട്, ലൂപ്പായിരിക്കും. പിന്നെ ഒരു ലൂപ്പ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൂപ്പിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി, പ്ലഷർ കിട്ടാൻ വേണ്ടി, ഈ ആങ്സൈറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ലൈഫ് പിന്നെ വലിയ രസം ഉണ്ടാവില്ല, നമ്മുടെ കൺട്രോളിലാവില്ല. നമ്മൾ ഈ പെയിൻ പ്ലഷർ സൈക്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ആങ്സൈറ്റി നമുക്ക് ആവശ്യമാണ്. ആങ്സൈറ്റി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ആങ്സൈറ്റിയെ പേടിക്കേണ്ടതുള്ളത്. അതിൽ നിന്നും രണ്ട് ആങ്സൈറ്റിയാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ബ്രെയിന് വെച്ച് നമ്മൾ ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ആങ്സൈറ്റികൾ. ചില കാര്യങ്ങൾ അതങ്ങനെ നടക്കുമോ, എൻ്റെ കരിയർ ഇപ്പം എന്തായി, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും, അല്ലെങ്കിൽ എൻ്റെ ജോലി, എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികൾ, നെക്സ്റ്റ് അവരൊക്കെ എന്താവും എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ച് 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 ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉള്ളത് എന്താ കാരണം എന്നൊന്നും അറിയില്ല. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില മൊമെന്റ്സ് വരുമ്പോൾ, നമ്മുടെ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആങ്സൈറ്റി വരുന്നു. നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമല്ല, ചിന്തകളൊന്നും അവിടെ വരുന്നില്ല, ചിന്തകൾക്കൊന്നുമില്ല ഗ്യാപ്പ് കിട്ടൂല, അതിൻ്റെ മുമ്പ് നമുക്ക് ആങ്സൈറ്റി വരും. ഇല്ലേ? അങ്ങനെ ഫീൽ ചെയ്യാറില്ല നിങ്ങൾക്ക്? ഈ രണ്ട് പറഞ്ഞ ആങ്സൈറ്റി ക്ലിയർ അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, യു ക്യാൻ കമന്റ് അഗൈൻ യെസ് ഓർ നോ. ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടും നിയന്ത്രിക്കുന്നത് നമ്മുടെ അമിഗ്ഡലയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാക്കിയാലും ചിന്തിക്കാതെ ആങ്സൈറ്റി ഉണ്ടാക്കിയാലും രണ്ടും നിയന്ത്രിക്കുന്നത് നമ്മുടെ അമിഗ്ഡലയാണ്. ഈ അമിഗ്ഡലയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, അതിനെ നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ലൂപ്പിൽ, ചിന്തയുടെ ലൂപ്പിൽ വീണ്ടും നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നാമത്തുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ സെഷനിൽ 1-2 സെഷനൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് ചെറിയ സംഭവമല്ല. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ രസം. നമ്മൾ പലപ്പോൾ ഇപ്പോൾ ഓൺലൈൻ 1-to-1 കോച്ചിങ്ങിനൊക്കെ വരുന്ന ആളുകളോട് പറയാറില്ല, അവർ പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എനിക്കിപ്പോൾ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല, അതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനത്തെ സംഭവമൊന്നുമില്ല എന്ന് പറയും. ആ സംഭവം എടുക്കുമ്പോഴാണ് ആ ടെൻഷൻ അവർക്ക് ഫീൽ ചെയ്യുക. അതൊക്കെ നമ്മളെ മനസ്സിൻ്റെ അകത്തുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതാണ്, നമ്മൾ അംഗീകരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മുടെ മനസ്സിൽ. നിങ്ങളുടെ ആങ്സൈറ്റി മാറാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് പേടി വരുന്നു, നിങ്ങൾക്ക് ഈ അസുഖമുണ്ടോ എന്നുള്ള പേടി വരുന്നു. നിങ്ങൾ ആ അസുഖമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എല്ലാം അധികം ആൾക്കാരും വന്നിട്ട് അവരുടെ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടാവും. എൻഡോസ്കോപ്പി, വയറിന്റെ അകത്തേക്ക് കോയലിറക്കി പരിശോധിച്ചെന്ന് പറഞ്ഞ എൻഡോസ്കോപ്പി റിപ്പോർട്ടിന്റെ ഒരു കെട്ടൊക്കെ ആയിട്ടാണ് വരിക. അവരുടെ പ്രശ്നം വയറിലല്ല. IBS ആണെങ്കിൽ വയറിൽ ഒരു പ്രശ്നവുമില്ല.
പിന്നെ എന്തിനാണ് ഈ എൻഡോസ്കോപ്പി എടുത്ത് ഇങ്ങനെ റിപ്പോർട്ടിന്റെ ഭണ്ഡാരക്കെട്ടായിട്ട് വരുന്നത്? വയറിന്റെ അകത്തേക്ക് കോയിലിറക്കി വീണ്ടും വീണ്ടും പരിശോധിച്ച് വെക്കണ എന്തിനാ? ഒരു പ്രശ്നമില്ലാത്ത അവിടെ ഇങ്ങനെ കോയിലിറക്കണ എന്തിനാ? ഈ ആങ്സൈറ്റി മാറ്റാനാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, എന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, വൈറൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേടി വരുന്നു, 6 മാസത്തിലൊരിക്കൽ വീണ്ടും പേടി വരുന്നു, വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ലാബുകാർക്ക് കുറെ കാശ് ഉണ്ടാക്കി കൊടുക്കല്ലാതെ ഇതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഉപകാരവും കിട്ടാനില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല, മറിച്ചാ ചിന്തിക്കേണ്ടത്. EFT നമ്മൾ ഫുൾട്ടായിട്ടാണ് കാര്യങ്ങൾ പറയാ, നേരെ തിരിച്ചാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഏത് ക്യാൻസർ ആയിരുന്നാലും ഏത് ട്യൂമർ ആയിരുന്നാലും നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റും. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, 4th സ്റ്റേജ് ക്യാൻസറിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ ഒരുപാടുണ്ട് എക്സാമ്പിൾസ്. 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അവിടുന്ന് ലൈഫിലേക്ക് തിരിച്ചു വന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കെ, അവരുടെ എക്സാമ്പിൾസ്, അവരുടെ രോമാഞ്ചിപ്പിക്കുന്ന ഇൻസ്പയറിങ് സ്റ്റോറീസ് നമുക്ക് ചുറ്റും ഉണ്ടായിട്ട് നിങ്ങൾ പേടിച്ചിരിക്കാതെ ക്യാൻസറിലേക്ക് പോകുമെന്നുള്ളത്. ക്യാൻസർ ആണെങ്കിലും ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ട് അതിനെ നേരിടും, ആ വിൽ പവർ കൊണ്ട് ഞാൻ അതിനെ ലൈഫ് തിരിച്ചു പിടിക്കും എന്നുള്ള അഫോർമേഷൻ ആണ്, എന്നുള്ള മാനസിക കരുത്താണ് നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ക്യാൻസർ ആണോ, മറ്റു പ്രശ്നമാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് നേരത്തെ അറിഞ്ഞിരിക്കാലോ എന്നൊക്കെ പറയാം ആളുകൾ. എന്നിട്ട് ഇതിങ്ങനെ 2 മാസം 3 മാസത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ലൈഫ് കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ യഥാർത്ഥ അഫോർമേഷൻ, യഥാർത്ഥമായിട്ടുള്ള മൈൻഡ് പവർ കൊടുക്കേണ്ടത് ഇവിടെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു തുടങ്ങും. അവിടെ മുതലാണ് അക്സെപ്റ്റൻസ് ആരംഭിക്കുന്നത്. അക്സെപ്റ്റൻസ് പറഞ്ഞാലല്ലേ, നിങ്ങള് മറ്റേ പ്രശ്നം ഉണ്ടായി, റിപ്പോർട്ട്സ് ഒക്കെ കണ്ട്, ഓക്കെ ഇവര് റിപ്പോർട്ട്സ് ഒക്കെ കണ്ട് കുഴപ്പമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭൂരിഭാഗം സംഭവങ്ങളും വയറിലെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എൻഡോസ്കോപ്പിയിലൊന്നും കാണില്ല. അതാ വേറെ രസം. പിന്നെ എന്തിനാ ഈ എൻഡോസ്കോപ്പി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്? പകരം നിങ്ങൾ കൊടുക്കേണ്ടത് ഈ അഫോർമേഷൻ ആണ്. മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു ഉൾക്കരുത്താണ്, ഈ യഥാർത്ഥമായിട്ടുള്ള അവയർനെസ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. ഇത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കും. ഓക്കെ, ക്ലിയർ എല്ലാം പറഞ്ഞത്? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യു ക്യാൻ കമൻറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ അല്ലേ? ഓക്കെ ലത, ഓക്കെ ഓക്കെ നദീറ. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ, അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അങ്ങനെ ഒരു പ്രശ്നം ഇല്ല 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 എന്ന് മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മൾ ശരിക്കും ഈ സിനിമകളിലേക്ക്, ട്രെയിൻ ട്രാവൽ സിനിമകളെ കാണുന്ന പോലെ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് തിരിച്ചു നോക്കുക. ഇത്രയും കാലം നിങ്ങൾ ചെയ്ത ലൈഫിൽ അങ്ങനത്തെ ലൂപ്പിങ്ങുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത്, ലൈഫ് കറങ്ങായിരുന്നു എന്നുള്ളത്, അത് മാറ്റി നേർരേഖയിൽ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ആങ്സൈറ്റി ലൂപ്പ് ബ്രേക്ക് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ ടുഡേ? സാറേ നല്ല മെഡിറ്റേഷൻ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സനിൽ. ഓക്കെ, താങ്ക് യു ആൾ.